ഹലോ ചിഞ്ചൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെമ്പനീർപ്പൂവിൽ ചന്ദ്രമതി പറയുകയാണ്, എൻ്റെ മകൻ എങ്ങനെയോ ജീവിതം രക്ഷപ്പെട്ട് തിരിച്ചെത്തിയെന്ന്. നീ വേഗം പോയി ഒന്ന് ആരതി എടുത്തേ, ഒന്ന് ഒഴിയട്ടെ ഇവനെന്ന്. അപ്പം രേവതി പറയുന്നുണ്ട്, എനിക്കിതിനൊന്നും പറ്റില്ല എന്ന്. അപ്പം ചന്ദ്രമതി രവീന്ദ്രനോട് പറയും, അവളുടെ ധിക്കാരം കണ്ടില്ലേ, ഞാൻ പറഞ്ഞതൊന്നും അവൾ കേൾക്കുന്നില്ല എന്ന്. അപ്പം രവീന്ദ്രൻ പറയും, ശ്രുതിക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് പ്രത്യേകം സച്ചി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയാം, അല്ലെങ്കിൽ എൻ്റെ മകൻ ആരുടെയും ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ് ആരതി എടുത്ത് ചന്ദ്രമതി തന്നെയാണ് ശ്രുതിക്ക് ഒഴിയുന്നത്. ഇത് കണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരാം. സച്ചി പറയുന്നുണ്ട്, ഇവനിതെന്ത് പറ്റി എന്ന് വളരെ പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അപ്പം പറയാം, എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അവൻ്റെ കാല് ചെറുവിരൽ മുറിക്കേണ്ടി വന്നു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നതായെന്ന് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇവിടേക്ക് വന്നപ്പോൾ തൊട്ട് എൻ്റെ മകന് ആകെ ദുരിതത്തിലായി, ഇവളുടെ രാശി വല്ലാത്തൊരു രാശിയാണെന്നും രേവതിയെ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതിയെ വെറുതെ പറയുന്നത്? ഇവൻ്റെ രാശി കൊണ്ടാണോ ഇവനൊരു പെണ്ണ് ചതിച്ചിട്ട് പോയത്? അത് രേവതി കൊണ്ടല്ലല്ലോ, രേവതിയെ വെറുതെ പറയണ്ട, ഇവൻ്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണ്. എൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവൻ്റെ 2 വിരലും അല്ലെങ്കിൽ 2 കാലും അടിച്ച് ശരിയാക്കും, എനിക്ക് എൻ്റെ പണം കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രുതി പറയാണ്, ഞാൻ പഠിപ്പുള്ളവനാ, എനിക്കറിയാം നിൻ്റെ പണം തരാൻ, എനിക്ക് ജോലി കിട്ടിയ അപ്പം തന്നെ നിൻ്റെ പണം ഞാൻ വീട്ടുമെന്ന്. പക്ഷേ അപ്പം ചന്ദ്രമതി പറയാം, അവൻ എന്തറിയാം, ആ പഠിപ്പില്ലാത്തവൻ എന്തറിയാം, നിൻ്റെ പഠിപ്പിനെക്കുറിച്ച് വിലയെക്കുറിച്ച് ഇവൻ എന്തറിയാമെന്ന് ചന്ദ്രമതി പുച്ഛിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ സച്ചിക്ക് കുറച്ച് വിഷമമായെങ്കിലും സച്ചി പറയുന്നുണ്ട്, എന്നിട്ടാണല്ലോ ഇംഗ്ലീഷ് അറിയുന്നവന് ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയത്, ഇംഗ്ലീഷ് അറിഞ്ഞ എല്ലാം ആവില്ല എന്ന് പറയാണ് സച്ചി. അത് കഴിഞ്ഞ് സച്ചി നമ്മുടെ ശ്രുതിയുടെ കാലൊരൊറ്റ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇവൻ അഭിനയിക്കുകയാണോ എന്ന് ആർക്കറിയാം, ഇവന് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവനല്ലേ, അതൊന്ന് ടെസ്റ്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ഇത് ചവിട്ടിയപ്പം ശ്രുതിക്ക് ഭയങ്കര വേദനയെ ശ്രുതി അലറുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട് ഫ്രണ്ടിനോട്, എൻ്റെ ഭാവിയെ ഞാൻ കണ്ടുമുട്ടിയെന്നും, അതായത് നമ്മുടെ ശ്രുതിയെ ഓർത്തിട്ടാണ് ഈ ശ്രുതി പറയുന്നത്, എൻ്റെ ഭാവിയെ ഞാൻ കണ്ടുമുട്ടിയെന്നും എനിക്കത് ഇനിയൊരു തീരുമാനം എടുക്കാനുണ്ടോ എന്നും ശ്രുതി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിയും ഫ്രണ്ട്സിനെയാണ്. അപ്പം സച്ചിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു ട്രീറ്റും തന്നില്ലല്ലോ, നാളെ രാത്രി നീ എന്തായാലും ഭാര്യയും കൂട്ടി വാ, നിങ്ങൾക്കൊരു ട്രീറ്റ് ഉണ്ട് എന്ന്. അപ്പോൾ സച്ചി പറയാം, അവൾ വരുമെന്ന് ഉറപ്പില്ല, എന്നാലും ഞാനൊന്ന് അവളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയാം, നീ പറഞ്ഞ എന്തായാലും അവൾ എന്തായാലും വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാം, എന്നാൽ ഞാൻ എന്തായാലും അവളെ കൂട്ടി വരാം എന്ന് പറയുന്നതാട്ടോ ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡ്. ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.